എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും. ലോകത്തെ വിഴുങ്ങാൻ പോകുന്ന ആ ചൈനീസ് ഡ്രാഗൺ ഇപ്പോൾ വെറും കടലാസ് പുലിയായി മാറുകയാണ്. ചൈനയിൽ നിന്ന് പുറത്തു വരുന്ന തിളക്കമുള്ള കണക്കുകൾ കണ്ട് കണ്ണു തള്ളുന്നവർ ഒന്നറിയുക, ചൈനയിലെല്ലാം ഡ്യൂപ്ലിയാണെന്ന് പറയുന്നത് വെറുതെയല്ല. സ്വന്തം സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിലും ചൈന ഈ ഡ്യൂപ്ലിക്കേഷൻ ഭംഗിയായി തുടരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 2025 ചൈന 5% GDP വളർച്ച കൈവരിച്ചെന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ അന്താരാഷ്ട്ര സാമ്പത്തിക വിദഗ്ധർ ചിരിക്കുകയാണ്. കാരണം ചൈനയുടെ ഔദ്യോഗിക കണക്കുകൾ കേവലം രാഷ്ട്രീയ ഉപകരണങ്ങൾ മാത്രമാണെന്ന് അവർക്കറിയാം. റോഡിയം ഗ്രൂപ്പിനെ പോലുള്ള സ്വതന്ത്ര വിശകലന വിദഗ്ധർ പറയുന്നത് ചൈനയുടെ യഥാർത്ഥ വളർച്ച വെറും 2.5 മുതൽ 3% വരെ മാത്രമാണെന്നാണ്. അതായത് ആ രാജ്യം പറയുന്നതിന്റെ പകുതി പോലും ചൈന വളരുന്നില്ല. ആഭ്യന്തര വിപണിയിലെ തകർച്ചയും പണപ്പെരുപ്പവും സ്വത്ത് പ്രതിസന്ധിയും ചൈനയെ ശ്വാസം മുട്ടിക്കുകയാണ്. ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായിരുന്ന പ്രോപ്പർട്ടി മേഖല ഇന്ന് മരണക്കിടക്കയിലാണെന്ന് പറയാം. 2021 വിപണി തകർന്നതിനു ശേഷം തുടർച്ചയായ 5ാം വർഷവും ഈ മേഖല ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കാനാവില്ലെങ്കിലും സത്യമായ ഒരു കണക്കുണ്ട്. ചൈനയിൽ ഏകദേശം 8 കോടി വീടുകളാണ് വിൽക്കപ്പെടാതെയും ആളില്ലാതെയും ഒഴിഞ്ഞു കിടക്കുന്നത്. പുതിയ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾ 75% ഇടിഞ്ഞു. ഇത് ചൈനയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും കടുത്ത പ്രതിസന്ധിയിലാക്കി. ഒരു കാലത്ത് ഭൂമി പാട്ടത്തിന് നൽകി കാശുണ്ടാക്കിയിരുന്ന മുനിസിപ്പാലിറ്റികളുടെ വരുമാനം നിലച്ചു. ഈ ഗർത്തം നികത്താൻ 10 ട്രില്യൺ യുവാൻ കടമെടുത്ത് ഒപ്പിക്കാൻ ഷീ ജിൻപിങ് ശ്രമിക്കുന്നുണ്ടെങ്കിലും സാമൂഹിക സേവനങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവും വെട്ടിക്കുറയ്ക്കാതെ അവർക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല. പണപ്പെരുപ്പം അഥവാ ഡിഫ്ലേഷൻ എന്ന കെണിയിലാണ് ഇപ്പോൾ ചൈന വീണിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി രാജ്യം ഈ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. 1920-കൾക്ക് ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പണപ്പെരുപ്പമാണിത്. ഉൽപാദന മേഖലയിൽ വിലകൾ കുത്തനെ ഇടിയുന്നു. ഫാക്ടറി ഉടമകൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ വില ലഭിക്കുന്നില്ല. കോർ പണപ്പെരുപ്പം 1% താഴെ തുടരുന്നത് ചൈനീസ് ജനതയുടെ വാങ്ങൽ ശേഷി നശിച്ചതിന്റെ കൂടി തെളിവാണ്. ഷീ ജിൻപിങ്ങിന്റെ സാമ്പത്തിക മാതൃകയ്ക്ക് ഈ ഘടനാപരമായ തകർച്ച പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. പുറമെ കാണിക്കുന്ന ആ 5% വളർച്ച വെറും കടലാസിൽ മാത്രമാണെന്ന് ചുരുക്കം. ചൈനീസ് യുവാക്കളുടെ അവസ്ഥ അതിനേക്കാൾ കഷ്ടമാണ്. ഔദ്യോഗിക കണക്കുകളിൽ കൃത്രിമം കാണിച്ചിട്ടും 16 മുതൽ 24 വയസ്സ് വരെയുള്ളവരുടെ തൊഴിലില്ലായ്മ നിരക്ക് 16.9%. കുടുംബങ്ങൾ തങ്ങളുടെ സമ്പാദ്യമെല്ലാം വീട്ടിൽ സൂക്ഷിക്കുന്നു. ജോലി പോയാലോ പെൻഷൻ ഇല്ലാതായാലോ എന്ന ഭയമാണ് ചൈനീസ് കുടുംബങ്ങളെ നയിക്കുന്നത്. ലോകബാങ്ക് പ്രവചിക്കുന്നത് 2026 അവസാനം വരെ ചൈനയിലെ ഉപഭോഗം കുത്തനെ കുറയുമെന്നാണ്. ഇതിനൊക്കെ പുറമെയാണ് ചൈന നേരിടുന്ന ജനസംഖ്യാ ദുരന്തം. 1949 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ ജനനിരക്കാണ് 2025 രേഖപ്പെടുത്തിയത്. തുടർച്ചയായ 4ാം വർഷവും ജനസംഖ്യ ഇടിയുകയാണ്. പ്രായമാകുന്ന ജനതയും കുറയുന്ന തൊഴിൽ ശക്തിയും ചൈനയുടെ ഭാവിക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലും ചൈന ഒറ്റപ്പെടുകയാണ്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ കനത്ത തീരുവകൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. കയറ്റുമതിയെ മാത്രം ആശ്രയിച്ച് വളരുന്ന ചൈനയുടെ മോഡൽ ഇനി നടക്കില്ലെന്ന് IMF വരെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഫിച്ച് റേറ്റിംഗും ലോകബാങ്കും പ്രവചിക്കുന്നത് ചൈനയുടെ വളർച്ച ഇനിയും താഴേക്ക് പോകുമെന്നാണ്. ഷീ ജിൻപിങ്ങിന്റെ ആരോഗ്യത്തെക്കുറിച്ചും പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന്റെ സ്വാധീനത്തെക്കുറിച്ചും ഇപ്പോൾ കടുത്ത ഊഹാപോഹങ്ങളും ഉയരുന്നുണ്ട്. 2021 അദ്ദേഹം അസുഖബാധിതനായിരുന്നുവെന്നും പ്രധാന ഉച്ചകോടികളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുന്നതും ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണെന്നും പറയപ്പെടുന്നു. 2027 പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ ചൈനയെ നയിക്കാൻ ഷീ ജിൻപിങ് ഉണ്ടാകുമോ എന്നതും ആഗോള രാഷ്ട്രീയത്തിലെ വലിയൊരു ചോദ്യമാണ്. ചുരുക്കത്തിൽ ചൈനയുടെ ആ 5% വളർച്ച വെറും ഒരു സംഖ്യ മാത്രമാണ്. നിക്ഷേപത്തിലൂടെയും കയറ്റുമതിയിലൂടെയും രാജ്യം വളരുമെന്ന ഷീ ജിൻപിങ്ങിന്റെ പന്തയം ഒരു റിയൽ എസ്റ്റേറ്റ് ദുരന്തത്തിലും പണപ്പെരുപ്പ കെണിയിലുമാണ് അവസാനിച്ചിരിക്കുന്നത്. സാധാരണക്കാരന്റെ പോക്കറ്റിൽ പണമെത്തുന്ന നയങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ഈ ഡ്രാഗൺ ഉടൻ തന്നെ നിലംപൊത്തുമെന്ന് ഉറപ്പാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചൈനയുടെ വീഴ്ചകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവർ എങ്ങനെയൊക്കെയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന ഈ വശങ്ങൾ കൂടി ഉൾപ്പെടുത്തണമല്ലോ. ആഭ്യന്തരമായ ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും ആഗോളതലത്തിൽ ചൈന ഇപ്പോഴും ഒരു മഹാശക്തിയായി തന്നെ തുടരുകയാണ്. കയറ്റുമതി മേഖലയിൽ അവരുടെ ആധിപത്യം 2025 ചൈനയുടെ വ്യാപാര മിച്ചം $1.19 ട്രില്യൺ എന്ന വമ്പൻ സംഖ്യയിലേക്കാണ് എത്തിയത്.
ചൈനയുടെ മൊത്തം സാമ്പത്തിക വളർച്ചയുടെ 1/3 ഈ കയറ്റുമതിയിൽ നിന്നാണെന്നത് അവരുടെ സാമ്പത്തിക കരുത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ഒന്നാണ്. ലോകം ഇന്ന് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുമ്പോൾ അതിന്റെ കടിഞ്ഞാണും ചൈനയുടെ കൈകളിലാണ്. ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിലും കയറ്റുമതിയിലും അവർ നടത്തുന്ന വമ്പൻ മുന്നേറ്റം യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള വമ്പൻ വിപണികളെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഷീ ജിൻപിങ്ങിന്റെ സാമ്പത്തിക മാതൃക നോക്കുക. വ്യാവസായിക നയവും അടിസ്ഥാന സൗകര്യ വികസനവും ഒപ്പം കയറ്റുമതിയിലെ മത്സരക്ഷമതയും ഒത്തുചേർന്നപ്പോൾ ചൈന ദീർഘകാലം ലോകത്തിനു മുന്നിൽ സുസ്ഥിരമായ ഒരു വളർച്ചാ മാതൃകയായാണ് നിന്നിരുന്നത്. പക്ഷെ ചൈനയുടെ യഥാർത്ഥ മാസ്റ്റർ പ്ലാൻ ഒളിഞ്ഞിരിക്കുന്നത് അവരുടെ ആഗോള വ്യാപാര ശൃംഖലകളിലാണ്. എത്ര കടുത്ത ഉപരോധങ്ങളെയും അതിജീവിക്കാനുള്ള കള്ളക്കടത്ത് ശൃംഖലകളും അനൗപചാരിക വ്യാപാര ചാനലുകളും അവർക്കുണ്ട്. ഇത് അവരെ ഏത് സാമ്പത്തിക യുദ്ധത്തിലും പിടിച്ചു നിർത്താൻ സഹായിക്കുന്നവയുമാണ്. കേവലം കച്ചവടം മാത്രമല്ല, സാങ്കേതിക വിദ്യയിലും സൈനിക ശക്തിയിലും ചൈനയുടെ സ്വാധീനം നിർണായകമാണ്. ബാലിസ്റ്റിക് മിസൈലുകൾ മുതൽ ഷാൽ ഡ്രോണുകൾ പോലുള്ള അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയിലും ആണവോർജ മേഖലയിലും ചൈനീസ് താൽപര്യങ്ങൾ ഇന്ന് ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ പോന്നവയുമാണ്. ഉൽപാദനത്തിലും കയറ്റുമതിയിലും ചൈന ഇപ്പോഴും ലോകത്തിന്റെ നെടും തൂണായി തുടരുന്നു എന്ന് ചുരുക്കം.